ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ ഓഫീസിൽ നിന്ന് നേരെ ഇറങ്ങി എനിക്ക് ലുലുവിൽ പോകണം. അതായത് ഞാൻ എൻ്റെ കയ്യിൽ ഒരു നോസ്പിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ നോസ്പിൻ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി. കുറേ നാളായി നോസ്പിൻ മിസ്സായിട്ട്. അപ്പോൾ അതിന് പകരം എനിക്കൊരു നോസ്പിൻ മേടിക്കണമായിരുന്നു. അപ്പോൾ അത് ഞാൻ കുറേ നാളുകൊണ്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യാണ് മേടിക്കാമെന്ന്. പക്ഷേ അത് നടന്നിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ കല്യാണമാണ് സൺഡേ. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വീക്ക്, അതായത് ആ മാരേജിന് ഒരു 1 വീക്ക് മുന്നേ പോയിട്ട് അത് മേടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഓൾറെഡി അതൊക്കെ പോയി നോക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി എനിക്ക് പോയാൽ മതി. സോ ഞാൻ ഓഫീസിൽ അതൊക്കെ കഴിഞ്ഞു, ജിമ്മൊക്കെ കഴിഞ്ഞ് 8 മണിയായപ്പോഴേക്കും ഇറങ്ങി. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ. അപ്പോൾ ഞാൻ ആദ്യമേ ആക്ച്വലി ഞാൻ മറ്റേ ന്യൂസ്പിൻ മേടിച്ചത് മലബാറിലാണ്. അപ്പോൾ ഞാൻ മലബാറിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ്, മലബാർ ലുലുവിലുണ്ടെന്ന് പറഞ്ഞിട്ടാണ് പോയത്. ബട്ട് അന്ന് ഞങ്ങൾ പോയ ദിവസം പോയപ്പോഴാണ് മനസ്സിലായത് ലുലുവിൽ മലബാറില്ല, മലബാർ MOTയിലാണ്. പിന്നെ MOT വരെ പോകാനുള്ള പോകണം എന്ന് തോന്നിയില്ല. അങ്ങനെ ഞങ്ങൾ അന്ന് കുറേ ജോസ്കോയിലും കല്യാൺസിൽ സോഡാൻസിൽ അങ്ങനെ കുറച്ചെടുത്ത് കയറിയിട്ട് അവിടെ കുറേ കളക്ഷൻസ് ഒക്കെ നോക്കിയിട്ട് എൻ്റെ മിസ്സായി പോയതുപോലുള്ള ഒരെണ്ണം തന്നെ എനിക്ക് വേണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് ഒരിടത്ത് ഞങ്ങൾ കണ്ടു. അങ്ങനെ ഞങ്ങൾ അവിടെ പോകാനാണ് പോകുന്നത്. പിന്നെ വേറൊരു കാര്യം, ഞാൻ ട്രിവാൻഡ്രത്ത് വന്നിട്ട് ഏകദേശം 3 വർഷമായി. ആദ്യമായിട്ടാണ് വണ്ടിയിൽ ലുലു വരെ പോകുന്നത്. ഐ മീൻ സ്കൂട്ടിയിൽ ഞാൻ തന്നെ ഡ്രൈവ് ചെയ്തു. വലിയ ദൂരമൊന്നുമില്ല. അതായത് ഞാൻ നിൽക്കുന്ന ആക്ച്വലി ഇൻഫോസിസിൽ നിന്ന് ഏകദേശം 2 to 3 കിലോമീറ്റർ ഞാൻ നിൽക്കുന്ന 7 to 8 കിലോമീറ്റേഴ്സേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഇന്ന് വരേക്കും അങ്ങനെ പോകാനായിട്ടുള്ളൊരു ധൈര്യമില്ല. എനിക്കെന്തോ ഭയങ്കര പേടിയാണ്. കുഞ്ഞിലേ തൊട്ടേ സ്കൂട്ടർ ഓടിക്കുമെങ്കിലും എന്നിങ്ങനെ ഹൈവേയിലൊക്കെ പോകാനായിട്ട് എനിക്ക് ഭയങ്കര പേടിയാണ്. അങ്ങനെ ഇപ്രാവശ്യം അവൻ ധൈര്യം, എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, അപ്പോൾ അവൻ ധൈര്യം തന്നിട്ട് നീ പൊക്കോ, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ ആദ്യമായിട്ട് പോകുന്നത്. പെയ്യാണ് പോകുന്നത്, സൈഡൊക്കെ നോക്കി പോകും. പക്ഷേ എന്നാലും എനിക്ക് എന്തോ ഒരു ഭയമാണ് ഉള്ളിൽ. പിന്നെ ഇവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ, ഇവിടെ കയറിയാൽ പിന്നെ നമുക്ക് എന്ത് വന്നാലും അവർ നോക്കിക്കൊള്ളൂ, അങ്ങനെ ഒരു ധൈര്യമില്ല. റോഡിലെങ്ങാണെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടില്ല. അങ്ങനെ ഞാൻ ഫസ്റ്റ് ടൈം വണ്ടി ഓടിച്ച് പോകുന്നത് ഒരു സംഭവമായിരുന്നു. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം ഞാൻ എൻ്റെ കാശ് കൊടുത്ത് ഒരു ഗോൾഡിൻ്റെ സാധനം മേടിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ആദ്യമേ പോകേണ്ട വഴി പോകാതെ വേറൊരു തെറ്റായ വഴിയിലാണ് ആദ്യമേ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അവിടെ നിന്ന് ഒരു ഗ്യാപ്പ് കിട്ടി, അങ്ങനെ അതിലേ കട്ട് ചെയ്ത് കയറിയാണ്. അപ്പോൾ എനിക്ക് ഈ റോഡ് ഇപ്പോൾ 1 വേ ആണെങ്കിൽ ഞാൻ ശ്രദ്ധിക്കാതെ 1 വേയിൽ കയറും, അങ്ങനെയൊക്കെ ഉള്ളൊരു പേടി എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പോകാനായിട്ട് മടിക്കുന്നത്. അങ്ങനെ ഫൈനലി ലുലുവിലെത്തിയിട്ട് ഞാൻ ഇത് വാങ്ങിക്കാൻ പോകാനുള്ള പുറപ്പാട്ടിലായിരുന്നു. അപ്പോൾ ഞാൻ എവിടെയാണ് വന്നതെന്ന് വെച്ചാൽ ഡയമണ്ട്സിലാണ് ഞാൻ വന്നത്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഓൾറെഡി ഞാൻ ഇവിടെ വന്ന് ഇതൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ആ ഒരു നോസ്പിൻ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ആയിരുന്നു. ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ബട്ട് എനിക്ക് ഏകദേശം അത് എങ്ങനെ ഇരിക്കും അങ്ങനെ ഒരു അതൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് അതൊക്കെ ആ ഒരു നോസ്പിൻ ഉണ്ടായിരുന്നില്ല. ബട്ട് അതുപോലുള്ള നോസ്പിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആണെങ്കിൽ ഒരുപാട് നോസ്പിൻസിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. നല്ല ചെയിൻസിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. ബ്രേസ്ലെറ്റ്സ് ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. ഞാൻ അതിനകത്ത് ഒരെണ്ണം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത ഒരു ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബ്രേസ്ലെറ്റ്. പിന്നെ നല്ല നൈസ് മാലയും കമ്മലും സെറ്റാണെങ്കിൽ ഇതിന് രണ്ടിനും സെപ്പറേറ്റ് പ്രൈസാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു ഒരെണ്ണം ഞാൻ എടുത്തപ്പം 42,000 സംതിങ് ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇയർ റിങ്സിനും മാലയ്ക്കും കൂടെ ഒരുമിച്ചാണ്. പക്ഷെ അങ്ങനെയല്ല, രണ്ടിനും സെപ്പറേറ്റ് ആണ് പൈസ വരുന്നത്. അങ്ങനെ ഞാൻ അതും നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ബ്രേസ്ലെറ്റാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയിനിലേക്ക് പോകാമെന്ന് വെച്ചു. പിന്നെ നല്ല എന്താ പറയുക ചുട്ടികളൊക്കെ ഉണ്ട്, പിന്നെ ഇയർ റിങ്സിൻ്റെ അതൊക്കെ ഉണ്ട്. എല്ലാത്തിനകത്തും ഡയമണ്ടും കൂടെ ബ്ലെൻഡായി വരുന്ന കുറേ കളക്ഷൻസാണ്. നല്ല നൈസാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഹെവി ആയിട്ടുള്ള കാര്യങ്ങൾ അത്രയും കളക്ഷൻസ് അവിടെ എനിക്ക് തോന്നിയില്ല. അത് നമ്മൾ ചിലപ്പം സെപ്പറേറ്റ് പറയേണ്ടി വരുമായിരിക്കും. നല്ല നൈസായിട്ടുള്ള കുറേ ഉണ്ടായിരുന്നു അവിടെ കളക്ഷൻസ്.
അങ്ങനെ പിന്നെ ഞങ്ങളൊരു നോസ്പിനൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാനത് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ഒരു സ്റ്റാർ ഷേപ്പിലുള്ള ഒരു നോസ്പിനാണ് കേട്ടോ ഞാൻ എടുത്തത്. പിന്നെ ഞാൻ ആ സ്റ്റാർ എടുത്തതിന് ശേഷം ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു റിങ്ങും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് റിങ് നോസ്പിൻ ഇടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ റിങ്ങും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന റിങ് എല്ലാം ഭയങ്കര വലുതാണ്. എനിക്ക് നോസിലിടുമ്പോഴത്തേക്കും നോസിൽ നിന്ന് ഭയങ്കരമായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് പുറത്തോട്ട് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനത് എടുത്തില്ല. അതുപോലെ ഇത് എന്താ ഞാൻ ഇട്ടിരുന്നത്, ഗോൾഡായിരുന്നു ഇട്ടിരുന്നത് എൻ്റെ നോസിൽ ഓൾറെഡി. പക്ഷേ കുറച്ചുകൂടെ തിക്കാണെന്ന് തോന്നി ഇതിൻ്റെ ആ ഒരു ആണിയുടെ ഭാഗം. അതുകൊണ്ട് എനിക്ക് കയറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അതൊക്കെ എടുത്തു നോക്കി. റിങ് ഞാൻ വേണ്ടാന്ന് വെച്ചു. റിങ് അവർ കുറച്ചുകൂടെ ചെറിയ കളക്ഷൻസ് വരുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ പിന്നെ വന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ അവിടുത്തെ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം നമ്മൾ എഴുതി കൊടുക്കണം. ഇൻവോയ്സ് കിട്ടുന്നതിന് മുന്നേ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മളോട് എഴുതി കൊടുക്കണം. മെയിലും കാര്യങ്ങളും ഒക്കെ വരും. പിന്നെ അവിടുത്തെ ലൈറ്റ്സും കാര്യങ്ങളും എല്ലാം കണ്ടു. അവിടെ കുറച്ച് നേരം ഇരിക്കേണ്ടി വരുമായിരുന്നു കേട്ടോ. പിന്നെ അവരുടെ കുറച്ച് പോളിസീസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്താണ്, നമ്മൾ കുറച്ച് പൈസ മാസം ഇട്ടിട്ട് ഒരു 12 months കഴിയുമ്പോൾ അവർ 1000 rupees നമുക്ക് ക്രെഡിറ്റ് ചെയ്തിട്ട് അതിന് നമുക്ക് എന്തെങ്കിലും ഗോൾഡ് വാങ്ങിക്കാം. അങ്ങനെ ഞങ്ങൾ സർ ഡയമണ്ട്സിൽ നിന്ന് എൻ്റെ ഫസ്റ്റ് ഗോൾഡ് ഡയമണ്ട് പർച്ചേസ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം ലുലുവിൽ തെണ്ടിത്തിരിഞ്ഞ് നടന്നു. എനിക്ക് ഡ്രസ്സ് എടുക്കണം. എനിക്ക് എടുക്കേണ്ട ഡ്രസ്സ് ഞാൻ മേടിക്കാൻ പ്ലാൻ ചെയ്തിരുന്നത് ക്യാരറ്റ് പാൻസ് ആയിരുന്നു. ഓക്കെ, എനിക്ക് കുറേ നാളായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുമായിരുന്നു ക്യാരറ്റ് പാൻസ്. ഐ മീൻ ലുലുവിലെ അത് കിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നി. അവിടെ പോകുമ്പം ക്യാരറ്റ് പാൻസ് എടുക്കണമെന്ന്. അങ്ങനെ ഞാൻ ഒരു ക്യാരറ്റ് പാൻസ് എടുക്കാനായിട്ട് ആദ്യമേ ഞാൻ പോയത് സ്റ്റുഡിയോയിലായിരുന്നു. ഈ പോകുന്ന വഴിക്ക് ഞാനിങ്ങനെ മൂക്കുത്തി ഇങ്ങനെ നോക്കി. ഇതാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട്, അവനും ഉണ്ടായിരുന്നു. അപ്പം മൂക്കുത്തി ഇങ്ങനെ നോക്കി. അത് നമ്മൾ എപ്പോഴും അങ്ങനെയാണല്ലോ, ഫസ്റ്റ് ടൈം നമ്മളൊരു സാധനം വാങ്ങിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ നോക്കിയിരിക്കുമല്ലോ. പിന്നെ ഞാൻ തന്നെ പറയും കൊള്ളാമല്ലോ. അപ്പോൾ അവിടെ ഇങ്ങനെ ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് അവിടെ ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. വേറെ വലിയ ഡെക്കറേഷൻസ് ഒന്നും കണ്ടില്ല, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ സ്റ്റുഡിയോയിൽ പോയി, പിന്നെ മാക്സിൽ പോയി. അവിടെ രണ്ടിടത്ത് എനിക്ക് കിട്ടിയില്ല കേട്ടോ ക്യാരറ്റ് പാൻസ്. പിന്നെ ഞാൻ വെസ്റ്റ് സൈഡിൽ വന്നു, അവിടെയും കിട്ടിയില്ല. പിന്നെ എനിക്ക് അവിടെ കിടന്നൊരു ടോപ്പ് എനിക്ക് ഇഷ്ടമായി. ഇത് 1500 ആയിരുന്നു ഈ ഒരു ടോപ്പിന്. എനിക്കിത് അത്യാവശ്യം നന്നായിട്ട് ഇഷ്ടമായി. നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ക്രിസ്മസ് റിലേറ്റഡായിട്ടുള്ള കുറേ റെഡ് ടോപ്സ്, അങ്ങനെ കുറച്ച് കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. കോട്ട് സെറ്റൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് കോട്ട് സെറ്റൊക്കെ ഇഷ്ടമായിരുന്നു. ഒരു സ്ലീവ്ലെസ് കോട്ട് സെറ്റ് ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ഈ ഡ്രസ്സ് എടുത്തു കേട്ടോ. അപ്പോൾ ആ ഡ്രസ്സും എടുത്തിട്ട് വേറൊരു കോട്ട് സെറ്റ് എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെന്തോ കോട്ട് സെറ്റ് എൻ്റെ ഓൾറെഡി ഒരു വൈറ്റ് ഉണ്ട്. അപ്പം അവിടെ കണ്ടതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതും ആ വൈറ്റ് ആണ്. ഒരുപോലുള്ള വൈറ്റ് തന്നെയായിരുന്നു. പിന്നെ 2 വൈറ്റ് വേണ്ടല്ലോ എന്ന് ചോദിച്ചാൽ അത് സ്കിപ്പ് അടിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും പേടിച്ച് ഞാൻ അവിടുന്ന് വന്നിട്ട് ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇഫ്തറിൽ കയറിയിട്ട് ഇഫ്തറിൽ വന്നിട്ട് അവിടുന്ന് സീ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അടിപൊളിയാണ് കേട്ടോ അവിടുത്തെ ഫുഡ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടും എനിക്ക് പക്ഷേ ഒന്ന് പണി കിട്ടി. ആക്ച്വലി എനിക്ക് കല്ലുമ്മക്കായ അലർജി ആയിരുന്നു. അന്ന് ഞങ്ങൾ കല്ലുമ്മക്കായ ഫ്രൈ, കൊഞ്ച് ഫ്രൈ, പുട്ട്, അപ്പം ഇത്രയാണ് കേട്ടോ കഴിച്ചത്. എനിക്ക് അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ എനിക്ക് വളവെപ്പ് തന്നെയായിരുന്നു. അതെനിക്ക് കല്ലുമ്മക്കായ അലർജി ആയിരുന്നു. ഞാൻ പണ്ട് അലർജി ആയിരുന്നു, ബട്ട് ഞാനത് ഓർത്തില്ല കല്ലുമ്മക്കായ അലർജി ആണെന്നുള്ള കേസ് ഞാനങ്ങ് വിട്ടുപോയി. അതുകൊണ്ട് നല്ല കഴിച്ചു. എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളവിടുത്തെ ഒരു അടിപൊളി സുലൈമാനി, അവിടുത്തെ സുലൈമാനി എനിക്ക് ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ അടിപൊളി ഒരു സുലൈമാനിയും കുടിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോയി. അവിടുത്തെ സുലൈമാനി എനിക്കറിയില്ല കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. ആ ഏരിയയും പിന്നെ ആ സുലൈമാനിയുടെ ചൂടും കൂടെ ആയപ്പോഴേക്കും
പെർഫെക്റ്റ് ബ്ലെൻഡ് ആയിരുന്നു. എൻ്റെ കണ്ണിൽ നിന്നൊക്കെ ഇങ്ങനെ കണ്ണീര് വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ